വെൽക്കം യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇത് കണ്ടോളി, ഇത് രാവിലെ ഒരു സമയം 7 മണി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ വീടിൻ്റെ മുന്നിലുള്ള പാടത്ത് കാണുന്ന കാഴ്ചയായിട്ട് ഇനി കോടമഞ്ഞ് കാണാൻ വയനാട് വരെ പോകേണ്ട ആവശ്യമൊന്നുമില്ല. വരൻ്റെ മുന്നിലേക്ക് രാവിലെ ഇറങ്ങി വയ്ക്കാൻ മതി. ഞാനിപ്പോൾ എണീച്ച് വരുന്നുള്ളൂ. അപ്പോൾ ഞാൻ കാണണേ ഇനി വേറെ കുറേ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊന്ന് കണ്ടപ്പോൾ നിങ്ങളെ കാണിക്കണം തോന്നിയാണ്ട് ഞാനിത് കാണിച്ചത്. അപ്പം ഇന്നെന്താണെന്ന് അറിയണ്ടേ? ഇന്നത്തെ റെസിപ്പി മാങ്ങഞ്ചി അച്ചാറാണ് കേട്ടോ. അപ്പം എല്ലാ വളപ്പിലും ഇപ്പോൾ എല്ലാവരുടെ വളപ്പിലും ഉണ്ടാവില്ല എങ്കിലും ഒരുവിധം എല്ലാവരുടെ വളപ്പിലും ഇപ്പോൾ മാങ്ങഞ്ചിൻ്റെ ഒരു സീസണാണല്ലോ. അപ്പം എല്ലാവർക്കും ഈ ഒരു സീസണിൽ മാങ്ങഞ്ചിയൊക്കെ കിട്ടും, അച്ചാറൊക്കെ ഇട്ടിട്ടുണ്ടാവും. അപ്പം ഇന്നത്തെ മാങ്ങഞ്ചിൻ്റെ റെസിപ്പി കണ്ടു നോക്കാം. നമ്മുടെ അച്ചാറിലേക്ക് 1 ടീസ്പൂണ് കടുക്, 1 ടീസ്പൂണ് ഉലുവ നന്നായി വറുത്ത് പൊടിച്ചെടുക്കുക. കൂടെ കായപ്പൊടിയും ചേർത്തിട്ടാണ് പൊടിക്കണേ. ഇവയെല്ലാം പൊടിക്കേണ്ട പാകമാകുമ്പോൾ ഒരു 3 ടീസ്പൂൺ മുളക് പൊടി കരിയാതെ വറുത്തെടുക്കണം. ഇതിലേക്ക് തന്നെ ചേർത്ത് വറുത്തെടുക്കുകയാണ്. കൂടെ ആവശ്യത്തിന് മഞ്ഞളും ചേർക്കാം. എരിവൊക്കെ നിങ്ങളെ ഇഷ്ടത്തിന് കൂട്ടാവുന്നതും കുറക്കാവുന്നതുമാണ്. പതുക്കെ ഒന്ന് ചൂടായിട്ട് നമുക്ക് നന്നായി പൊടിച്ചെടുക്കാം. വളരെ കുറച്ച് അച്ചാറ് ഞാൻ ഇടുന്നുള്ളൂ, ഒരു 10 ദിവസത്തിന്. കൂടുതൽ നിൽക്കണമെങ്കിൽ ഫ്രിഡ്ജിലൊക്കെ എടുത്ത് സൂക്ഷിച്ച് വെക്കാം. അപ്പം നമുക്ക് അച്ചാറിൻ്റെ ജോലി തുടങ്ങാം. ചട്ടി വെച്ചു. ഇതിലേക്ക് വെളിച്ചെണ്ണ നല്ലെണ്ണയാണ് കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ടുള്ളൂ. ഇനി വെളുത്തുള്ളി ചേർക്കാം. കൂടെ തന്നെ ഒരു 3 പച്ചമുളക്, വെളുത്തുള്ളി ഒന്ന് ചുമന്ന് വരട്ടെ. ചുമന്ന് തുടങ്ങി വരുന്നുണ്ട്. എന്നിട്ട് നമുക്ക് വേപ്പിൻ്റെ ഇല ചേർത്ത് വേറൊരു സീക്രട്ട് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് കണ്ടു നോക്കാം. നമ്മുടെ മാങ്ങഞ്ചിക്ക് ഇഞ്ചിയുടെയും മാങ്ങൻ്റെയും കൂടെ ഒരു സ്മെല്ലാണല്ലോ. അപ്പം ഞാനെന്ത് ചെയ്ത് മാങ്ങഞ്ചി കുറച്ച് അരച്ച് ചേർത്തിട്ടുണ്ട്. അച്ചാറ് നല്ലൊരു കുറുക്കി വരും ചെയ്യും.
എന്നിട്ട് ഈ എണ്ണയിൽ കടന്ന് നന്നായി വഴറ്റിയെടുക്കുക. ഇഞ്ചിൻ്റെ ഒരു സ്മെല്ല് ഉള്ളതുകൊണ്ട് ഇഞ്ചി ചേർക്കേണ്ട ആവശ്യം വരുന്നില്ല. ഈ എണ്ണയിൽ കടന്ന് നന്നായിട്ടൊന്ന് അതിൻ്റെ ഒരു പച്ചച്ചുവ മാറി വരട്ടെ. ഈ ഒരു അച്ചാർ ഇഷ്ടപ്പെടാത്തവർക്ക് പോലും ഇഷ്ടപ്പെട്ടു പോകും. അങ്ങനെയൊക്കെ ചെയ്ത് അച്ചാർ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല രുചിയാണ്. അപ്പോൾ നന്നായി ഒന്ന് ചുമന്ന് വരട്ടെ. ഉപ്പ് ചേർത്തിട്ടില്ല, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇതാണ് ഞാൻ ചെയ്ത അച്ചാറിലെ രഹസ്യം. മാങ്ങഞ്ചി അരച്ച് ചേർത്തു, പിന്നെ ഇതാ പൊടികൾ ചേർത്ത് കൊടുക്കുക. ഇനി എണ്ണയിൽ കിടന്ന് പൊടികൾ നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുക. വെള്ളത്തിന് ആവശ്യമായിട്ട് വിനാഗിരിയാണ് കുറച്ച് ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് മധുരം ഇഷ്ടമാണെങ്കിൽ ശർക്കര ചേർത്ത് കൊടുക്കുക, ചെറിയൊരു പീസ് ശർക്കര. ഞാനിതാ ചെറിയൊരു പീസ് ശർക്കര. ഇനി മധുരം ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ചെറിയൊരു പീസ് ശർക്കര ചേർത്ത് കൊടുക്കുക. ഞാൻ ചെറിയൊരു പീസ് ശർക്കര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിന് ശേഷം ഞാൻ മാങ്ങഞ്ചി കുറച്ച് ചിരകി എടുത്തിട്ടുണ്ട് കേട്ടോ, അത് ഇതാ ചേർത്ത് കൊടുക്കണം. ആദ്യം നമ്മൾ അരച്ചത് ചേർത്തു, പിന്നെ ഇതാ ഇങ്ങനെ ചിരകി എടുത്തിട്ടുണ്ട്, അതും ചേർത്തതിന് ശേഷം നന്നായി മിക്സാക്കി ഈ വിനാഗിരിയിലൊന്ന് വെന്ത് വരട്ടെ. ശർക്കര നലിഞ്ഞ് വരട്ടെ. കുറച്ചുകൂടെ വിനാഗിരി ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഇത് എൻ്റെ അച്ചാറെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കളറും സ്റ്റൈലും കാണുമ്പോൾ തന്നെ കൊതി തോന്നുന്നില്ലേ? എൻ്റെ സൂപ്പറാണ് കേട്ടോ. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി, അടിപൊളി അച്ചാറാണ്, ഒരു രക്ഷയില്ല, അത്രക്കും ടേസ്റ്റ് ഉണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കും. എല്ലാവരും ചെയ്യണ സംഭവം തന്നെ, എങ്കിലും ഒരു വ്യത്യസ്ത രീതിയിൽ ചെയ്ത് നോക്കിയാൽ ഒന്നും കൂടി ടേസ്റ്റ് കൂടും.